വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവരുടെയും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെയും ചെറുതായിട്ടുള്ളൊരു ഓണാഘോഷം കഴിഞ്ഞു. ഞങ്ങളും ഇവിടെ ചെറുതായിട്ട് ഇത്തവണ ആഘോഷിച്ചു. വളരെ കുട്ടിയായിട്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു ഞങ്ങൾ മാത്രമായിട്ടുള്ളത്. സോ ഞങ്ങൾ ഉത്രാടം ആൻഡ് തിരുവോണത്തിലെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം. ആൻഡ് ഇത്തവണ തിരുവോണത്തിന് ഞങ്ങൾ ചെറുതായിട്ട് വെറൈറ്റി ആയിട്ടൊരു കാര്യം ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് കാണാം. ഇന്നതേ ഇവിടെ ഒരു നാടൻ വേഷത്തിൽ പുറത്തോട്ടിറങ്ങി ഞങ്ങൾ ഓണക്കോടിയൊക്കെ ഇട്ട് ഞങ്ങൾ ഇന്നൊരു ഓണം ഷൂട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ 3 പേരും വളയൊക്കെ ഇട്ട് ഓണം ഷൂട്ട് എടുക്കാനായിട്ട് പോവുക. കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നമുക്ക് പുറത്ത് ഭയങ്കര ഗ്രീനൊക്കെ ഉള്ള സമയത്ത് നല്ല രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. And they are here. Hey guys. Hi Anu. Happy Onam. Happy Onam. Onam vannonam vannonam vannee Onam. ഞങ്ങൾക്ക് ഉത്രാടം നാളിൽ നാട്ടിൽ നിന്ന് വന്ന പാക്കേജിലാണ് ഞങ്ങളുടെ ഓണക്കോടിയെല്ലാം വന്നത്. ഇത്തവണ ഓണത്തിന് പാരൻസ് നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി 2 പാക്കേജസ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് അയച്ചത്. താങ്ക്സ് ടു ഇന്ത്യ പോസ്റ്റ് ആൻഡ് DHL ഒരെണ്ണമെങ്കിലും കറക്റ്റ് ടൈമിൽ എത്തിച്ചു. ആൻഡ് അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ഓണക്കോടിയൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഞങ്ങളുടെ ഒരു സിമ്പിൾ ഓണമാണ് കേട്ടോ. ഞങ്ങൾ മാത്രമുള്ള സെലിബ്രേഷൻ. ഇത്തവണ അനുവിൻ്റെ സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ പോയില്ല. എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരും ഓരോ ട്രിപ്പിലും നാട്ടിലും ഒക്കെ ആയിരുന്നു. Go home. Okay. Yes. Nicely done. Thank you so much both of you for this great support. Yeah. It was really nice. And Anu, we you should just also behaved really nice today. We should also thank Mama for arranging our costumes. Thank you, Mama. She is the best saree designer. Thank you. Happy Onam, everyone. Happy Onam. At the same time, 3, 2, 1. Happy Onam. Love you all. Hello, welcome to our Thiruvonam day in Germany. നമുക്കപ്പോൾ ഇന്ന് സദ്യ ഉണ്ടാക്കിയാലോ? സദ്യ ഉണ്ടാക്കാം. വായോ സദ്യ ഉണ്ടാക്കാം. സദ്യ റെഡി. സദ്യ റെഡി. ഓൾമോസ്റ്റ് റെഡി. ഹാഫ് റെഡി. ഹാഫ് റെഡി അല്ലല്ലേ, 80% റെഡി. ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇത്തവണ ഞങ്ങളുടെ സദ്യ ഇതാണ്. ഫ്രോസൺ സദ്യ. എന്താവോ അൺബോക്സിംഗ് സദ്യ ഇൻ ജർമ്മനി. വലിയ എഫേർട്ടൊന്നും ഇല്ലാണ്ട് സദ്യ റെഡി അല്ലേ. ടേബിൾ ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഇട്ടിട്ടല്ലേ നമ്മള്. പക്ഷെ ഇത് അങ്ങനെയാണോ നമ്മള് മറ്റേ റെസ്റ്റോറൻറ്റ്സിലൊക്കെ
ഓ അങ്ങനെയാ, ഓക്കെ ഓക്കെ, നൈസ് നൈസ്. എങ്ങനെയുണ്ട്? അഡ്വർടൈസ്മെന്റിന് അവർക്ക് വേറെ പോകേണ്ടി വരത്തില്ല. ശരിയാ, സൂപ്പർ അല്ലേ? കറക്റ്റ് നമുക്ക് വേണ്ടി പറഞ്ഞു വെച്ച പോലത്തെ സദ്യ അല്ലേ? നെക്സ്റ്റ് കറി ഏതൊക്കെയാ നോക്കിയാലോ? മറ്റൊരു സൈഡും തുടങ്ങാം. ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പപ്പടം. അയ്യോ, പപ്പടം കാച്ചണം, അത് മറന്നുപോയി. പപ്പടം, അത് കഴിഞ്ഞ് കറി ഐറ്റംസ് ആണ്. നാരങ്ങ, പിന്നെ ഓലൻ വന്നു, മാങ്ങാച്ചാറ്, ലെമൺ പിക്കിൾ, ജിഞ്ചർ കറി, അങ്കമാലി മാംഗോ കറി. ഈശ്വര, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത സാധനമാണ്. പിന്നെ ഓലൻ വന്നു, കാളൻ പിന്നെ വന്നു, ഓലൻ വന്നു. 180 ഗ്രാംസ് എഴുതിയിട്ടുണ്ട്. പരിപ്പ് കറി, കൂട്ടുകറി, സാമ്പാർ. ഇനിയുണ്ടോ? നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയാണല്ലോ നോക്കി. ക്യാബേജ്, ക്യാരറ്റ് തോരൻ, അവിയൽ, അവിയൽ കുറച്ചേ ഉള്ളല്ലോ, പച്ചടി, എരിശ്ശേരി, അടപ്രഥമൻ. അടപ്രഥമനൊക്കെ ഇത്രയേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഗൈസ്, ഇത് കുറച്ചും കൂടെ വെക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇതിൽ വെക്കാൻ പറ്റുമോ? അതൊക്കെ ഇൻസ്ട്രക്ഷൻസ് നോക്കി അത് വെക്കാം കേട്ടോ. മൈക്രോവേവ് it can see some symbols. രാക്കു, ഇതിലൊരു മെയിൻ സാധനം ഇല്ല. ചോറ് നമ്മൾ വേറെ വെക്കേണ്ടി വരും. ചോറ് മാത്രം വെച്ചാൽ മതി എന്ന് വേണം പറയാൻ. ചോറ് മാത്രം വെച്ചാൽ മതി, ബാക്കി എല്ലാം അതിനകത്തുണ്ട്. പപ്പടം പൊള്ളിച്ചെടുക്കണം. DD സദ്യ 2.68 കിലോഗ്രാം. കേരള വെജിറ്റേറിയൻ ഫീസ്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്തവണ സദ്യ. യെസ് ഗൈസ്, ഞങ്ങൾ ഇത്തവണ ഫ്രോസൺ സദ്യ വെച്ചിട്ടുള്ള ഓണസദ്യ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയാം. ഇതെല്ലാം ചൂടാക്കി നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. ചില്ലിയല്ലേ സദ്യ? കഷ്ടപ്പാടില്ലാത്ത സദ്യ. മറ്റൊരു തലേന്ന് മുതൽ തുടങ്ങണം അല്ലേ? ഹലോ, you don't have to eat this, okay? This for decoration. അവൾക്ക് വെച്ചേക്കട്ടെ. നെയ് വേണ്ടേ? There's a thing like ghee. എനിക്ക് പരിപ്പൊഴിക്കോ? നെയ്യ്. സൂപ്പർ.
എത്ര കാലമായി. സൂപ്പറല്ലേ? ഹലോ, നമ്മുടെ അടിപൊളി സദ്യ ഇങ്ങനെ കഴിഞ്ഞു. നമ്മളിത്തവണ ഓണസദ്യ ഓർഡർ ചെയ്യുമായിരുന്നല്ലോ. സോ അടിപൊളിയായിരുന്നു. അത് ടേസ്റ്റ് വൈസും സൂപ്പറായിരുന്നു. ഭയങ്കര ഈസിയുമാണ്. പക്ഷേ ടേസ്റ്റ് ഇത്രയും പ്രതീക്ഷയില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റി സദ്യ. ഞങ്ങളുടെ ഇത് ഇവിടുത്തെ 4ാമത്തെ ഓണമാണ് ജർമ്മനിയിലെ. അപ്പോൾ ആദ്യത്തെ ഓണം ഞങ്ങൾ എവിടെയോ ട്രിപ്പിലൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഓണം നമുക്ക് പാരൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലി, പിന്നെ കുറച്ച് ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്യുമായിരുന്നു. 3ാമത്തെ ഓണം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവരുടെ വീട്ടിലാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഇതിപ്പോൾ 4ാമത്തെ ഓണമാണ്. ഈ ഓണത്തിന് നമ്മൾ സദ്യ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. ഇത്തവണ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് സദ്യ എന്നാൽ ഓർഡർ ചെയ്തേക്കാം. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓർഡർ ചെയ്തു. ഇത്രയും പ്രതീക്ഷയില്ല. അടിപൊളി സദ്യയായിരുന്നു. ഇത്രയും കറി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ തന്നെ ഒരു ദിവസം എടുക്കുക. അത്രയും മാത്രം കറിയും എല്ലാം അടിപൊളി ടേസ്റ്റിലുമാണ് ഇരിക്കുന്നത്. ഇത്രയും സാധനങ്ങളൊന്നും എന്തായാലും നമ്മളുണ്ടാക്കിയാൽ എന്തായാലും ഉണ്ടാക്കത്തില്ല. ഈവൻ 3 പേർക്ക് കഴിക്കാനുള്ള പോർഷൻ എല്ലാം ഉണ്ട്. കൂടെ 3 ഇല, അതിൻ്റെ കൂടെ എന്താ പറയുക, അതിനടിയിലിടാനുള്ള പേപ്പർ, പപ്പടം, 2 ടൈപ്പ് പായസം, എല്ലാ കറികളും, എല്ലാം ഇഷ്ടമുള്ള കറികൾ എല്ലാം ഇപ്പോൾ ഒരു നേരത്തേക്ക് മാത്രമല്ല, വേണമെങ്കിൽ രാത്രിത്തേക്കും വേണമെങ്കിൽ കഴിക്കാം. അതിന് മാത്രമുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ കണ്ടപ്പോൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ എടുത്തു വരുമ്പോൾ സദ്യയുടെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റും. അടിപൊളി സദ്യയായിരുന്നു. ടേസ്റ്റ് വൈസൊക്കെ സൂപ്പർ. ഇനി പായസം കൂടെ കുടിച്ചാൽ മതി. അത്രയ്ക്ക് അടിപൊളി സദ്യ. ഇനി എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. വെറുതെ കിടന്ന് കഷ്ടപ്പെട്ട് സദ്യ വാങ്ങണ്ടെന്നുള്ള കാര്യം ഈ ഓണത്തോടു കൂടി തീരുമാനിച്ചു. കാര്യം ഒരു രക്ഷയില്ലല്ലോ. നമ്മൾ ഓർഡർ ചെയ്താൽ വീട്ടിൽ കിട്ടുമ്പോൾ എല്ലാം ഒന്ന് ഓവനിൽ വെച്ച് എടുത്താൽ മതി. നമുക്ക് പുറത്തൊക്കെ നിൽക്കുമ്പോൾ സാധനം എല്ലാം കിട്ടത്തില്ല. എല്ലാം അവിടെ എവിടെയൊക്കെ പോയി നമ്മൾ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ദൂരെ പോയൊക്കെ വാങ്ങണം ഈ വർക്കിനിടയിലൊക്കെ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു അടിപൊളി ഓപ്ഷനാണ് കേട്ടോ. ടേസ്റ്റ് വൈസും സൂപ്പറാണ്. അത് ആയിരുന്നു ഇതിൻ്റെ ഹൈലൈറ്റ് ആക്ച്വലി. ഇത് സാധനം എളുപ്പം എന്ന് മാത്രമല്ല, അടിപൊളി ടേസ്റ്റ്. ചോറ് മാത്രം വെച്ചാൽ മതി. പപ്പടം അവർ തരും, അത് പൊള്ളിച്ചെടുത്താൽ മതി. ഇത് മാത്രമേ ഉള്ളൂ പണി. ബാക്കിയെല്ലാം ചൂടാക്കിയെടുത്ത്. സൂപ്പർ സാധനം അല്ലേ? അടിപൊളി സദ്യ. സദ്യ കഴിച്ച് ഇനി ഒരു കിറുക്കത്തിലാണ്. അങ്ങനെ നമ്മുടെ ഓണം ഈ ഡെയിലി ഡിലൈറ്റിൻ്റെ സദ്യ കാരണം കളറായി ആക്ച്വലി. അത് വലിയ പണിയൊന്നും ഒത്തിരി കിടന്ന് എഫേർട്ട് ഇട്ട് ഒരുപാട് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. പക്ഷേ നമ്മൾ അടിപൊളി സദ്യ കഴിച്ച് അല്ലേ? സോ ഞങ്ങളുടെ കുട്ടി ഓണം വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓണം വീഡിയോസ് ഇവിടെ കഴിയുന്നില്ല. ഇനിയും ഒരു 2 വീഡിയോയും കൂടി കാണും എന്തായാലും. കാര്യം ഞങ്ങളുടെ ഒരു ഓണപ്പെട്ടി വന്ന് കസ്റ്റംസിൽ പെട്ട് കിടപ്പുണ്ട്. ഇനി അതിൻ്റെ ഒരു അൺബോക്സിങ് ആസ് പ്രോമിസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. സോ അതും. ആൻഡ് ഓൾസോ ഞങ്ങൾക്ക് ഇവിടെ കേരള സമാജത്തിൽ ഓണാഘോഷമുണ്ട്. അത് ഈ മാസം എൻഡാണ്. ഓണമൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ എൻഡിലാണ്. സോ അതിൻ്റെ വിശേഷങ്ങളും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. സോ അത് 2 കൂടി വരും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.